തങ്ങളുടെ കൂടെ വിശുദ്ധമായ യുദ്ധത്തിന് വന്ന് മദീനയിലേക്ക് തിരിച്ചു പോരുമ്പോ ഹബീബിന്റെ ഒട്ടകം ശരിപ്പെടുത്തി കൊടുക്കുന്ന നബി തങ്ങളുടെ ഒരു പരിചാരകൻ, മുസ്ലിമായിരുന്ന ഒരാൾ, യുദ്ധത്തിൽ കഴിഞ്ഞാ വരുന്നത്. നബി തങ്ങളുടെ വാഹനം ശരിയാക്കി കൊടുക്കുമ്പോ ശത്രുപാളയത്തിൽ നിന്നും ഒരു അമ്പ് വന്നു. ആ അമ്പ് ഇയാളുടെ നെറ്റിയിൽ തറച്ചു, കഴുത്തിൽ തറച്ചു. തൽക്ഷണം അവിടെ വീണ് മരിക്കുകയാണ്, ഷഹീദാവുകയാണ്. യുദ്ധക്കളത്തിൽ നിന്ന് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, തിരിച്ചു നടക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് തോറ്റോടിയ ശത്രുക്കൾ ഒരു പ്രതികാരമെടുത്തത് നിബിതങ്ങളുടെ പരിചാരകന് നേരെ. അയാളങ്ങ് വീണപ്പോ സ്വഹാബികൾ ഒന്നാകെ ഒരുമിച്ച് കൂടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇയാളെ പോലെ ഭാഗ്യം കിട്ടിയ മറ്റാരുണ്ട്? ഹനീഅൻ ലഹു ബിൽ ജന്നതി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇയാൾക്ക് ഞങ്ങൾ സ്വർഗം ആശംസിക്കുന്ന നബിയെ, ഇയാൾക്ക് ഞങ്ങൾ സ്വർഗം ആശംസിക്കുകയാണ്. സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പാണല്ലോ. യുദ്ധം കഴിഞ്ഞു വരാം. പിന്നെ നബി തങ്ങളുടെ ഒട്ടകത്തെ ശരിപ്പെടുത്തി കൊടുക്കുന്നതിനിടയിൽ, നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിനിടയിൽ മരണവും. ചിലപ്പോൾ എന്താ വേണ്ടത്? നബി തങ്ങൾ അരികത്തുണ്ടായിരിക്കെ ഹനീഅൻ ലഹു ബിൽ ജന്ന, സ്വർഗം ഉറപ്പാണ്, ഒരു സംശയമില്ല. എന്താ നബി തങ്ങൾ പറഞ്ഞെന്നറിയോ? ഖല്ല, ഇല്ല, സ്വർഗം കിട്ടാനായില്ല. ഇന്ന ശംലതല്ലതി ഗല്ലഹാ യൗമ ഖൈബർ ലം തരിദിൽ മഖാസിമ ലതസ്തഇലു അലൈഹി നാറാ. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് ആരോ ഒരാൾ അവിടെ ഇട്ടേച്ച് ഓടിപ്പോയ ഒരു മേൽത്തട്ടം, തലമറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം, ചെറിയൊരു മേൽത്തട്ടം, തലപ്പാവ്. യുദ്ധം വിജയിക്കുമ്പോ വിജയിച്ച ആളുകൾ വാർബൂച്ചി എന്നോണം, യുദ്ധത്തിന്റെ സമ്പത്തെന്നോണം ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തിലേക്ക് കൊടുക്കാതെ ആ ഒരു തലപ്പാവ് ഇയാൾ കൈപ്പറ്റിയിരുന്നു. അതിന്റെ പേരിൽ ഈ മനുഷ്യന്റെ ഖബറിൽ അയാളുടെ മേൽ ആ തലപ്പാവ് കാരണം തീ ആളിപ്പടരുന്നത് ഞാൻ കാണുന്നുവെന്നും അയാൾ നരകമർഹിക്കുന്നുവെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തങ്ങ് പേടിച്ചുപോയി. നബിയെ, ഒരു ചെറിയ വസ്ത്രമെടുത്തതിന്റെ പേരിൽ, ചെറിയൊരു വസ്ത്രം അതെടുത്തതിന്റെ പേരിൽ അയാൾ ചെയ്ത യുദ്ധം, അങ്ങേക്ക് ചെയ്തു തന്ന സേവനം, യുദ്ധക്കളത്തിലേക്ക് വന്ന യാത്രയും ത്യാഗങ്ങളുമെല്ലാം അല്ലാഹു ഒഴിവാക്കിക്കളയുകയും ഒരു വസ്ത്രത്തിന്റെ മേൽ അയാളെ ശിക്ഷിക്കുകയും ചെയ്യുകയോ എന്ന് സ്വഹാബികൾ ആലോചിച്ചു പോകുന്നു. ഒരു സ്വഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇതാ എന്റെ കയ്യിൽപ്പെട്ട ഒരു ചെരുപ്പിന്റെ വാറാണിത്. ചെരുപ്പിന്റെ വാറ്. എന്തൊക്കെ ഹവായി ചെരുപ്പിന് ചെരുപ്പ് പൊട്ടിയ വാറ് മാറ്റുമായിരുന്നു അല്ലേ? ചെരുപ്പ് കടക്കാര് വാറ് കൊണ്ടുവന്ന് വെക്കാറില്ല എന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ചെരുപ്പ് വലിച്ചെറിയലല്ലേ? കീറിയ തുന്നാറുണ്ടോ? അതൊക്കെ തുന്നലൊക്കെ പെണ്ണുങ്ങൾ തന്നെ മറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. ഒരു വാറ്, ചെരുപ്പിന്റെ വാറ്. ഷിറാഖാൻ, ഒരു വാറോ അല്ലെങ്കിൽ ചെരുപ്പ് രണ്ടെണ്ണത്തിന് ഓരോന്നോ അല്ലെങ്കിൽ ഒരു ചെരുപ്പിന്റെ വാറോ കയ്യിൽ പിടിച്ചു വന്നു നബിയെ. ഇത് ഏതോ ഒരു യുദ്ധത്തിൽ ശത്രു തോറ്റോടിയപ്പോൾ ഞാൻ എന്റെ കാലിന് പാകമാണെന്ന് കണ്ടപ്പോൾ എടുത്തു വെച്ചതാണ്. ഇത് ഞാൻ അങ്ങേക്ക് തരണോ നബിയെ? ഇതിന്റെ പേരിൽ അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുമോ എന്ന് കൊച്ചു കൊച്ചു സാധനങ്ങൾ വരെ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നബി തങ്ങൾ പറഞ്ഞു, നരകത്തിന്റെ ഒരു വാറോ നരകത്തിന്റെ 2 വാറുകളോ ആണ് നിങ്ങളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഒഴിവാക്കിക്കോ. നമ്മുടേതല്ലാത്തത് അന്യായമായി ഒരാളിന്റേതും ഒന്നുപോലും കൈപ്പറ്റുന്നത് ദുൽമാണ്, അക്രമമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാർക്ക് അങ്ങനെയാണ്. ന്യായമായത് കൊടുക്കുന്നില്ല, അന്യായമായത് ഇങ്ങോട്ട് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോവാനുണ്ടായ ചില കാരണങ്ങൾ അങ്ങനെയാണ്. കിട്ടാനുള്ളതല്ല, ഒരു ന്യായവുമില്ലാത്തത് ചോദിച്ചു വാങ്ങുക.
വിവാഹത്തിന്റെ വിഷയത്തിലൊക്കെ പെണ്ണിന്റെ വീട്ടുകാരോട് സ്വർണമോ അല്ലെങ്കിൽ പൈസയോ കാറോ സ്ഥലമോ വീടോ ഒരു പുതിയാപ്പിളയോ അയാളുടെ വീട്ടുകാരോ ചോദിക്കുന്നതോ ആവശ്യപ്പെടുന്നതോ പിന്നാമ്പുറത്തുകൂടെ വാങ്ങിക്കുന്നത് പോലും ഇത്തരത്തിൽ അന്യായമായ ദുൽമുകളാണ്. പറയാതിരിക്കാൻ വയ്യ, അത് ദുൽമാണ്. ഏതെങ്കിലും ഒരു പുതിയാപ്പിളക്ക് പെണ്ണിന്റെ വാപ്പ പൊരുത്തത്തോടുകൂടെ അയാൾക്ക് സമ്പത്തുണ്ട്, അയാൾ ധർമ്മിഷ്ഠനാണ്, ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്ന ആളാണ്, ആ ഇനത്തിൽ തന്റെ സ്വന്തം മകളുടെ പുതിയാപ്പിളക്ക് പൊരുത്തപ്പെട്ടൊരു വാപ്പ കൊടുക്കുന്നതല്ലാതെ ഒരു പുതിയാപ്പിളക്ക് എടുക്കാൻ പാടുള്ളതല്ല. അതുപോലും ചോദിക്കാൻ പാടില്ലെന്നാണ്. പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് സ്വന്തം അധ്വാനത്തിൽ നിന്ന് മഹർ കൊടുത്തിട്ട് പെണ്ണിനെ സ്വീകരിക്കലാണ്. നമ്മൾ എന്താ ചെയ്യാ? അവന് കെട്ടാനുള്ള വാച്ച് പെണ്ണിന്റെ വാപ്പ വാങ്ങിക്കൊടുക്കണം. പിന്നെ കാറിന്റെ കീ ഒക്കെ കൊടുക്കൽ തുടങ്ങിയല്ലേ? അവന്റെ കല്യാണത്തിന്റെ ചെലവ് പെണ്ണിന്റെ വാപ്പ, അവന്റെ ഡ്രസ്സ് പെണ്ണിന്റെ വാപ്പ, ഇവന്റെ ഉമ്മാക്കും പെങ്ങന്മാർക്കുള്ള ഡ്രസ്സ് അവളുടെ വാപ്പ. അവളുടെ വാപ്പ എന്ത് കുറ്റം ചെയ്തു? ഇതിന് എന്ത് പാപം ചെയ്തു? ഒരു പെണ്ണിനെ 10-20 കൊല്ലം വരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നത്, ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന വിഷമം നമ്മൾ അറിയണം. സമൂഹം അത് മനസ്സിലാക്കണം. ദുൽമെന്ന് പറയുമ്പോഴേക്ക് നമ്മൾ കല്ലേറുകളും വെടിവാളുകളും മാത്രമാണെന്ന് വിചാരിക്കേണ്ട. ദുൽമ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് അവലോകനം ചെയ്യേണ്ട സമയമാണിത്. ഒരു പെണ്ണിനെ ഒരു വാപ്പ വളർത്തുന്ന എന്താ? മദ്രസയിൽ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് പേടിയാണ്. സ്കൂളിൽ പോയാൽ തിരിച്ചെത്തിയോ ഇല്ലയോ, 10 മിനിറ്റ് വൈകിയാൽ പെടപെടക്കാൻ തുടങ്ങുന്നു, കൽബ് വറക്കാൻ തുടങ്ങുന്നു. എവിടെ പോയി റബ്ബേ എന്റെ മോള്? സ്കൂളിൽ കാണാതെയായാൽ ഉമ്മ ബോധം കെട്ടി വീഴുന്നു. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തി 18 or 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കുന്നു. ആ പെണ്ണിനെ കല്യാണം കഴിച്ചയക്കുമ്പോ പെണ്ണിനെ സ്വീകരിക്കുന്ന വരന് പെണ്ണിന്റെ വാപ്പ കൊടുക്കണമല്ലോ എല്ലാ ചെലവും. ഇതെവിടുത്തെ ന്യായമാണ്? ചോദിക്കുകയാണ്, ആവശ്യപ്പെടാൻ. ഇവന്റെ പെങ്ങൾക്ക് ഇത്ര കൊടുത്തു, എന്ത് ന്യായമാണത്? അന്യായമായി മനുഷ്യൻ ചോദിക്കുന്നത്, അന്യായമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വാപ്പ തനിക്ക് കഴിവില്ലാത്തതുകൊണ്ട്, സാധ്യമല്ല, ജനങ്ങളുടെ സഹായത്തോടെയോ കടം വാങ്ങിച്ചിട്ടോ അല്ലാതെയോ സ്വന്തം വിരിക്കുന്ന പുരയിടം പോലും വിറ്റ് കളഞ്ഞിട്ടോ സ്വന്തം പുതിയാപ്പിളക്ക് സ്ത്രീധനം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന വാപ്പമാർ ആരാ ഉള്ളത്? ആർക്കാണത് ഇഷ്ടമുണ്ടാവുക? ലാ യജൂസു മാലു ഇംറിഇൻ ഇല്ലാ അൻ റിവാന. ഒരു സത്യവിശ്വാസിയുടെ മനസ്സിന്റെ പരിപൂർണ പൊരുത്തമില്ലാതെ 5 പൈസ പോലും ഒരു മനുഷ്യന് ഹലാലല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ മോളന്റെ വീടിന്റെ പടിവാതിൽ ഇറങ്ങിപ്പോകുമ്പോ അവളുടെ കഴുത്തിൽ ഏതാനും മാലകളില്ലെങ്കിൽ, ആഭരണങ്ങൾ കൈകളിൽ ചാർത്തിക്കൊടുത്തില്ലെങ്കിൽ, അവളുടെ ദേഹത്ത് സ്വർണമാലയില്ലെങ്കിൽ നാട്ടുകാരവരെ കളിയാക്കില്ലേ? അവള് കയറി ചൊല്ലുന്ന ഭർത്താവിന്റെ വീട്ടുകാരവളെ ഒരു 2ാം നമ്പർ കണ്ണുകൊണ്ട് നോക്കില്ലയോ? എന്റെ മോള് കഷ്ടപ്പെടരുത്, എന്റെ മോള് കണ്ണുനീര് കുടിക്കരുത്, എന്റെ മോൾക്ക് അപമാനമുണ്ടാവരുത് എന്ന് വിചാരിച്ച് സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് ഒരു പെണ്ണിന്റെ വാപ്പ ഈ സമ്പത്ത് കൊടുത്തയക്കുന്നതെങ്കിൽ, അതുപോലും പെണ്ണിനെ കെട്ടിയ ഭർത്താവ് ആ വാപ്പയുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ട്? ആ മനുഷ്യനിവിടെ നിരപരാധിയാണ്. ആ മനുഷ്യനിവിടെ ഒരു നിർവാഹവുമില്ലാത്തതിന്റെ പേരിലാണ് ചെയ്യുന്നത്. അന്യായമായി നമ്മുടെ മാമൂലുകൾക്ക് വഴിപ്പെട്ടുകൊണ്ട്, നാട്ടിലെ മാമൂലുകൾക്ക് വഴിപ്പെട്ടതിന്റെ പേരിൽ നാട്ടുകാരുടെ വായ അടക്കാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്ന ഈ തത്രപ്പാടുകളിലൊക്കെ എത്രയോ ദുൽമിനെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞതെന്തേ? മുത്തനബി തങ്ങൾ പറഞ്ഞതെന്തേ? സ്വന്തം പെണ്ണിനെ സ്വീകരിക്കുമ്പോ നീ മഹർ കൊടുത്തിട്ട് കൊണ്ടുപോവാ. അവളുടെ വസ്ത്രം നിന്റെ വക, അവരുടെ ആഭരണം നിന്റേത്, അവൾ താമസിക്കുന്നത് നിന്റെ കൂടെ. നീയാണ് അവളെ സംരക്ഷിക്കേണ്ടത്, പെണ്ണിന്റെ വാപ്പയല്ല നിന്നെ സംരക്ഷിക്കേണ്ടത്. പെണ്ണിന്റെ വാപ്പയല്ല അവൾക്ക് പിന്നെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കേണ്ടത്, നീയാണ്. അതിനാണ് ഇതിനൊക്കെ കഴിവുള്ളവർ കല്യാണം കഴിച്ചാൽ മതി എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കൈപ്പറ്റിപ്പോയത് അള്ളാഹുവിനെ വിചാരിച്ച് തിരിച്ചു കൊടുത്തേക്ക് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ വിചാരിച്ച് തിരിച്ചു കൊടുത്തേക്ക്. ഏതെങ്കിലും ഒരു വാപ്പ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ കൊണ്ടുവന്നതെങ്കിൽ നമുക്കറിയണം, മനപ്പൊരുത്തത്തോടുകൂടെ ഒരാൾ തരുന്നതും അല്ലാത്തതും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതിന് കോമൺ സെൻസേ വേണ്ടതുള്ളൂ. ദുൽമ പലവിധമാണ്.
അർഹമായത് കൊടുക്കാതിരിക്കുകയും അന്യായമായത് പിടിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്ന ഈ ഏർപ്പാട് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരാളുടെ ഹക്കും നമ്മുടേക്ക് വരണ്ട, ഒരാളുടെ ഭൂമിയുടെ ഒരിഞ്ച് പോലും നമുക്ക് വേണ്ട. പ്രത്യേകിച്ച് റോഡ് സൈഡുകൾ, വഴിവക്കുകളിൽ വീട് വെക്കുമ്പോ വഴികളിലേക്ക് റോഡ് തള്ളിവിടുന്നവരുണ്ട്. വഴിയിലേക്ക് തള്ളിക്കയറ്റി വെക്കുക. അത് പിന്നെ കേസായി വർഷങ്ങൾ കഴിയുമ്പോൾ മതിൽ പൊളിച്ചു മാറ്റണമെങ്കിൽ അപ്പോഴേക്കും ഒരു പുരുഷായുസ് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നാളെ അള്ളാന്റെ കോടതിയിലേക്ക് വരുമ്പോ ഓരോരുത്തരുടെ തലയിലൊക്കെ ഒരേക്കറൊക്കെ അള്ളാഹു കെട്ടിത്തൂക്കും. അപ്പോഴാ മനസ്സിലാവുക, പടച്ചോനെ ആധാരം കള്ളത്തരത്തിലുണ്ടാക്കി വളവനൊക്കെ ഇവിടെയെങ്കിലും കാണാൻ പറ്റിയല്ലോ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.